വെൽക്കം ടു സഫയർ ഫ്യൂച്ചർ അക്കാദമി. ബോർഡ് ബൂസ്റ്റർ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമൻ റിപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഓക്കെ, വി നോ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് ഗൊണാഡ്, ഫീമെയിൽ ഗൊണാഡ് എന്ന് വിളിക്കുന്നത് ഓവറിനെയാണ് നമ്മൾ വിളിക്കുന്നത്. ഓവറിയാണ് ഫീമെയിൽ ഗൊണാഡ് എന്ന് വിളിക്കുന്നത്. ഓവറിയുടെ സ്ട്രക്ചർ, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതിലെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ആക്സസറി ഡക്റ്റുകൾ, മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം പറഞ്ഞ പോലെ തന്നെ ആക്സസറി ഡക്റ്റുകൾ ഉണ്ട്. അതുപോലെ ബർത്തോളിൻസ് ഗ്ലാൻഡ്, ആക്സസറി ഗ്ലാൻഡ്, ബർത്തോളിൻസ് ഗ്ലാൻഡ് കാണപ്പെടുന്നുണ്ട്. എക്സ്റ്റേണൽ ജെനൈറ്റാലിയ ഉണ്ട്. എക്സ്റ്റേണൽ ജെനൈറ്റാലിയ ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമുക്ക് പെയർ ഓഫ് ഓവറീസ് ആണുള്ളത്. പെയർ ഓഫ് ഓവറീസ്, രണ്ട് പെയർ ഓഫ് ഓവറീസ് ഉണ്ട്. ദെൻ ആക്സസറി ഡക്റ്റുകൾ അല്ലെങ്കിൽ ഓവി ഡക്റ്റുകൾ ഉണ്ട്. എക്സ്റ്റേണൽ ജെനൈറ്റാലിയ ഉണ്ട്. അതിനോട് കൂടെ തന്നെ മാമറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറും കൂടി ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ആയിട്ട് മാറുന്നത്. ഓക്കെ, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻക്ലൂഡ്സ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പെയർ ഓഫ് ഓവറീസ്, accessory duct or accessory ducts or oviduct, then accessory gland, then external genitalia. ഇത്രയും ചേരുന്നതാണ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. പെയർ ഓഫ് ഓവറീസ്, ആക്സസറി ഡക്റ്റ് ഓർ ഓവിഡക്റ്റ്, ആക്സസറി ഗ്ലാൻഡ്, എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. ഓക്കെ, അതിൽ ആദ്യത്തേത് പെയർ ഓഫ് ഓവറീസ്. നമുക്കറിയാം ഓവറീസ് കാണപ്പെടുന്നത് ഫീമെയിൽസിന്റെ ബോഡിയിൽ പെൽവിസ് അല്ലെങ്കിൽ പെൽവിക് റീജിയനിലാണ് ഓവറീസ് കാണപ്പെടുന്നത്. രണ്ട് വശങ്ങളിലുമായിട്ട് രണ്ട് ഓവറീസ് ആണ് കാണപ്പെടുന്നത്. ഓക്കെ, ഓവറീസ്, രണ്ട് ഓവറീസ് ആണ് കാണപ്പെടുന്നത്. ഓവറിയുടെ ഡയഗ്രാം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓവറി ഇതാണ് നമ്മൾ ഓവറി എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് വശങ്ങളിലുമായിട്ട് പെൽവിസ് റീജിയനിൽ രണ്ട് വശങ്ങളിലുമായിട്ട് രണ്ട് ഓവറീസിനെയാണ് കാണാൻ സാധിക്കുക. ഓക്കെ, അതിനുശേഷമുള്ളതാണ് ആക്സസറി ഡക്റ്റുകൾ അല്ലെങ്കിൽ ഓവി ഡക്റ്റുകൾ. നമുക്കറിയാം ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീമെയിൽ ഗ്യാമീറ്റിന്റെ പേരെന്താണ്? ഓവം അല്ലെങ്കിൽ എഗ് ആണ്. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവത്തിനെ എന്താണ്, യൂട്രസിലേക്ക്, ആ ഓവത്തിനെ ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ട്യൂബുകൾക്ക് അല്ലെങ്കിൽ ഡക്റ്റുകൾക്കാണ് ആക്സസറി ഡക്റ്റുകൾ അല്ലെങ്കിൽ ഓവി ഡക്റ്റ് എന്ന് വിളിക്കുന്നത്. സോ ദീസ് ആർ ഓവി ഡക്റ്റ്. ഇവിടെ നിന്നാണ് ഓവി ഡക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഓവി ഡക്റ്റുകൾ. ഓവി ഡക്റ്റുകൾക്ക് ഭാഗങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഓവി ഡക്റ്റുകൾ. ആ ഓവി ഡക്റ്റുകൾ വഴി നേരെ വന്ന് യൂട്രസിലേക്ക് വരുന്നു. ഈ ഭാഗമാണ് യൂട്രസ് എന്ന് പറയുന്നത്. യൂട്രസ്. ഓക്കെ, ദെൻ ഈ ഭാഗത്തിന് നമ്മൾ സെർവിക്സ് എന്ന് വിളിക്കുന്നു. സെർവിക്കൽ കനാല്, വജൈന ഒക്കെയാണ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ. അപ്പോൾ പെയർ ഓഫ് ഓവറീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, കണ്ടു കഴിഞ്ഞു. ഇതാണ് പെയർ ഓഫ് ഓവറി എന്ന് പറയുന്നത്. ഓവറിയുടെ സ്ട്രക്ചർ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആക്സസറി ഡക്റ്റുകൾ ഈ കാണുന്നതാണ്. ആക്സസറി ഗ്ലാൻഡ്, ബർത്തോളിൻ ഗ്ലാൻഡ് ഉണ്ട്. ദെൻ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് പെയർ ഓഫ് ഓവറിയുടെ സ്ട്രക്ചർ നമുക്ക് പറയാം. അതിനു മുമ്പ് നമ്മൾ ആക്സസറി ഡക്റ്റുകൾ, ഓവി ഡക്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, ആക്സസറി ഡക്റ്റുകൾ ഓർ ഓവിഡക്റ്റ്. ഓവിഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ പെയർ ഓഫ് ഓവിഡക്റ്റ് ആണ് ഉള്ളത്. എ പെയർ ഓഫ് ഓവിഡക്റ്റ്, ഇതാണ് പെയർ ഓഫ് ഓവിഡക്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു ഭാഗത്തു നിന്നുള്ള ഓവിഡക്റ്റ് ആണ്, ഇത് അടുത്ത ഭാഗത്തു നിന്നുള്ള ഓവിഡക്റ്റ് ആണ്. ഇതാണ് നമ്മൾ പെയർ ഓഫ് ഓവിഡക്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഓവിഡക്ട്സ്, ആ ഓവിഡക്റ്റിൽ ഉള്ളത്, ഓവിഡക്റ്റിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഇൻഫണ്ടിബുലം. ആദ്യത്തേത് ഇൻഫണ്ടിബുലം. അതിനുശേഷം അടുത്ത ഭാഗം ആംപ്യുള്ള.
അടുത്തത് ഇസ്തുമസ്. ഇത്രയുമാണ് ഓവിഡക്റ്റിന്റെ ഭാഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇൻഫെന്റിബുലം, ആംപ്യുള്ള, ഇസ്തുമസ്. ഓക്കെ, സി ഇതാണ് ഇൻഫെന്റിബുലം എന്ന് പറഞ്ഞ ഈ ഒരു വൈഡർ പാർട്ടാണ്. ഓവിഡക്റ്റ് ഈ ഡക്റ്റ് തുടങ്ങുന്ന സ്ഥലത്തുള്ള ഈ വൈഡർ പാർട്ടിനെ നോക്കൂ, ഈ വൈഡർ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഇൻഫെന്റിബുലം എന്ന് വിളിക്കും. വൈഡർ പാർട്ടാണ്. അതായത് ഈ ഓവറി റിലീസ് ചെയ്യുന്ന ഓവത്തിനെ റിസീവ് ചെയ്യുന്ന ആദ്യത്തെ ആളാണ് ഇൻഫെന്റിബുലം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഫെന്റിബുലത്തിന്റെ എഡ്ജില് ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ട്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ട്. ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിംബ്രിയെ എന്ന് വിളിക്കും. ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെ വിളിക്കുന്ന പേരാണ് ഫിംബ്രിയെ. ഇതാണ് ഫിംബ്രിയെ, ഇതാണ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ. ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ വിളിക്കുന്ന പേരാണ് ഫിംബ്രിയെ എന്ന് വിളിക്കും. ഈ വൈഡർ പാർട്ടാണ് നമ്മൾ ഇൻഫെന്റിബുലം. നോക്കൂ, ഇവിടെ നിന്ന് ഈ തുടങ്ങുന്ന ഈ വൈഡർ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഇൻഫെന്റിബുലം. അതിനുശേഷം പിന്നെ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ആംബ്യുള. അപ്പൊ ആംബ്യുളയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ചുകൂടി വൈഡർ ആയിട്ട് ഇങ്ങനെ വളഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി അതിനുശേഷം ഇങ്ങനെ കോയിൽ ഇതിങ്ങനെ തുടങ്ങുന്ന ഭാഗമാണ് ഈ ഒരു പോർഷനാണ് നമ്മൾ ആംപ്യുള്ള എന്ന് വിളിക്കുന്നത്. ആംപ്യുള്ളയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ ആണ്. മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും കൂടി ചേരുന്ന പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സൈറ്റിനെയാണ് നമ്മൾ ആംപ്യുള്ള എന്ന് വിളിക്കുന്നത്. ഇതാണ് ആംപ്യുള്ള എന്ന് പറയുന്നത്. ദിസ് ഈസ് ആംപ്യുള്ള. ഓക്കെ, ആംപ്യുള്ളയ്ക്ക് ശേഷം ഒരു നാരോ ലൂമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്യാവിറ്റിയാണ് അല്ലെ. അപ്പൊ ആംപ്യുള്ളയ്ക്ക് ശേഷം ഒരു ഇടുങ്ങിയ ഒരു നാരോ ആയിട്ടുള്ള ഇങ്ങനെ ആംപ്യുള്ള ഇങ്ങനെ വരുന്നു, പിന്നെ ഒരു നാരോ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലേക്ക് ഒരു ഷേപ്പിലേക്ക് അത് മാറുന്നു. ഒരു നാരോ ലൂമൻ ആണ്. ആ നാരോ ലൂമനെ വിളിക്കുന്ന പേരാണ് ഇസ്തുമസ് എന്ന് വിളിക്കുന്നത്. ഇസ്തുമസ് ഈസ് എ നാരോ ലൂമൻ. ആ നാരോ ലൂമൻ ആണ്. ഇസ്തുമസിന് ശേഷമാണ് യൂട്രസ് തുടങ്ങുന്നത്. നോക്കൂ, ഈ ഭാഗമാണ് യൂട്രസ്. ഇവിടെ മുതൽ യൂട്രസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഓവിഡക്റ്റുകൾ എന്ന് വിളിക്കുന്നത്. സോ പെയർ ഓഫ് ഓവിഡക്റ്റ്, ദെൻ അതിന്റെ ഭാഗങ്ങളാണ് ഇൻഫെന്റിബുലം ഒരു വൈഡർ പാർട്ടാണ്. അതിന്റെ എഡ്ജിൽ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെ വിളിക്കുന്ന പേര് ഫിംബ്രിയ എന്നാണ്. ആ ഫിംബ്രിയയ്ക്ക് ശേഷം ഇൻഫെന്റിബുലം. അപ്പൊ ആ ഇൻഫെന്റിബുലമാണ് ഓവത്തിനെ റിസീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫിംബ്രിയയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിങ്ങനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ ഈ ഓവറിയിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഓവത്തിനെ ഇതുപോലെ ഇങ്ങനെ കളക്ട് ചെയ്യാൻ വേണ്ടി, ഇങ്ങനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്ഷൻ ആണ് നമ്മൾ ഫിംബ്രിയ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആംപ്യുള്ള സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ. അതിനുശേഷമുള്ള ഒരു വൈഡർ പാർട്ട് ഇങ്ങനെ തിരിഞ്ഞു വരുന്ന ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ ആംപ്യുള്ള. ഈ ഒരു ഭാഗമാണ് ആംപ്യുള്ള എന്ന് പറയുന്നത്. അവിടെ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെന്ന് പറയുന്നു. അതിനുശേഷം പിന്നീട് പോകുന്ന ഒരു നാരോ ലൂമിനെ വിളിക്കുന്ന പേരാണ്, ഇടുങ്ങിയ ഒരു നാരോ ലൂമിനെ വിളിക്കുന്ന പേരാണ് ഭാഗമാണ് ഇസ്തുമസ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ്തുമസ് കണക്ട് ടു യൂട്രസ്. ആ ഇസ്തുമസ് ആണ് യൂട്രസിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിൽ ഓവിഡക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഈസ് ഫീമെയിൽ എക്സ്റ്റേണൽ ജനൈറ്റാലിയ. ഫീമെയിൽ എക്സ്റ്റേണൽ ജനൈറ്റാലിയ. ഫീമെയിൽ എക്സ്റ്റേണൽ ജനൈറ്റാലിയ. ഫീമെയിൽ എക്സ്റ്റേണൽ ജനൈറ്റാലിയയിലുള്ളത് അതിന്റെ ഭാഗങ്ങൾ, ഒന്ന് വജൈനൽ ഓപ്പണിംഗ്, വജൈന ഓർ വജൈനൽ ഓപ്പണിംഗ്. ദെൻ അതിന് സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളാണ് ലേബിയ മൈനോറ. അടുത്ത ഭാഗമാണ് ലേബിയ മേജോറ. അടുത്തതാണ് ക്ലിറ്റോറിസ്. അടുത്ത ഭാഗം ക്ലിറ്റോറിസ്. അടുത്തത് മോൺസ് പ്യൂബിസ്. ഓക്കെ, സോ വജൈനൽ ഓപ്പണിംഗ്, ലേബിയ മേജോറ, ക്ലിറ്റോറിസ്, മോൺസ് പ്യൂബിസ്. ഇത്ര ഭാഗങ്ങൾ ചേരുമ്പോഴാണ് എക്സ്റ്റേണൽ ജനൈറ്റാലിയ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ജനൈറ്റാലിയ. ഓക്കെ, അപ്പൊ ആക്ച്വലി this is vaginal opening.
വജൈനൽ ഓപ്പണിങ്ങിന് ചുറ്റുമുള്ള ഒരു ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ലേബിയ മൈനോറ എന്ന് വിളിക്കും. ഈ ഭാഗത്തിനെ ലേബിയ മൈനോറ എന്ന് വിളിക്കും. വജൈനൽ ഓപ്പണിങ് ലേബിയ മൈനോറ. ഇത് നെക്സ്റ്റ് ഇതാണ് ലേബിയ മേജോറ. ലേബിയ മേജോറ. അതിന് മുകളിൽ കാണുന്ന ചെറിയൊരു ഫിംഗർ ലൈക്ക് ഒരു ഔട്ട്ഗ്രോത്ത് പോലത്തെ ഒരു ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ക്ലിറ്റോറിസ്. ഈ മുകളിൽ കാണുന്ന ഒരു ഫിംഗർ ലൈക്ക് ഔട്ട്ഗ്രോത്തിന് വിളിക്കുന്ന പേരാണ് ക്ലിറ്റോറിസ്. ക്ലിറ്റോറിസ്. ക്ലിറ്റോറിസിന് മുകളിലായിട്ട് കാണുന്ന ഒരു ഫ്ലഷി, ഒരു സ്പോഞ്ചി അല്ലെങ്കിൽ ഒരു ഫ്ലഷി ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് മോൺസ് പ്യൂബിസ്. മോൺസ് പ്യൂബിസ്. മോൺസ് പ്യൂബിസിലാണ് ഹെയർ ഗ്രോത്ത്, പ്യൂബിക് ഹെയറുകൾ കാണപ്പെടുന്നത് ഈ മോൺസ് പ്യൂബിസ് എന്നുള്ള ഭാഗത്തിലാണ്. ഓക്കെ, ഇത്രയുമാണ് അപ്പോൾ ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയിൽ വരുന്നത്. വജൈനൽ ഓപ്പണിങ്, ലേബിയ മൈനോറ, ലേബിയ മേജോറ, ക്ലിറ്റോറിസ്, മോൺസ് പ്യൂബിസ്. നോക്കൂ, ഇവിടെയാണ് നമ്മൾ, ഈ ഭാഗമാണ് നമ്മൾ വജൈനൽ ഓപ്പണിങ്ങിൽ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്. ഈ ഭാഗമാണ്, ആ ഭാഗമാണ് വജൈന എന്ന് പറയുന്നത്. വജൈനയ്ക്ക് ശേഷമുള്ള ഭാഗത്തിനെ നമ്മൾ സെർവിക്കൽ കനാൽ എന്ന് വിളിക്കും. ഇതിനെ വിളിക്കുന്ന ഇതാണ് നമ്മൾ സെർവിക്കൽ കനാൽ. വജൈനയ്ക്ക് ശേഷം സ്പേം പാസ് ചെയ്യുന്ന ഈ ഭാഗമാണ് സെർവിക്കൽ കനാൽ. ഒരു കനാൽ പോലെ ഒരു ഭാഗമാണ് സെർവിക്കൽ കനാൽ. സെർവിക്കൽ കനാലിന് ശേഷം സെർവിക്സ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ആ സെർവിക്സ് കഴിഞ്ഞതിന് ശേഷമാണ് അത് യൂട്രസിലേക്ക് പോകുന്നത്. ഓക്കെ, യൂട്രസിലേക്ക് പോകുന്നത്. ദെൻ സോ ഇത്രയുമാണ് നമ്മൾ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ എന്ന് വിളിക്കുന്നത്. എക്സ്റ്റേണൽ ജെനൈറ്റാലിയ. ഓക്കെ, അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂട്രസിന്റെ സ്ട്രക്ചർ ആണ്. യൂട്രസ്. യൂട്രസ്. യൂട്രസിന് മറ്റൊരു പേരും കൂടെ പറയും, വോംബ് എന്നും കൂടി പേര് വിളിക്കും. യൂട്രസ് ഓർ വോംബ്. യൂട്രസ് ഓർ വോംബ്. ഓക്കെ, സോ യൂട്രസ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സ്ട്രക്ചർ ആണ്. നോക്കൂ, ഇവിടെ നിന്ന് തുടങ്ങുന്ന ഈ ഒരു ഭാഗം, മെയിൻലി ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഈ ഒരു ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് നമ്മൾ യൂട്രസ് എന്ന് വിളിക്കുന്നത്. യൂട്രസ്. ഓക്കെ, അപ്പോൾ യൂട്രസിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഗസ്റ്റേഷൻ പീരിയഡ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം സൈഗോട്ട് ഉണ്ടാവും, ബ്ലാസ്റ്റോസിസ്റ്റ് ഫോം ചെയ്യും. അതിനുശേഷം ആ ഒരു എംബ്രിയോ ഉണ്ടാവുന്നതും അത് എംബ്രിയോ ആയിട്ട് മാറുന്നതും ഫീറ്റസിന്റെ ഡെവലപ്മെന്റ് നടക്കും ഒക്കെ ചെയ്യുന്നത് യൂട്രസിലാണ്. ആ യൂട്രസിലേക്കാണ് പ്ലാസന്റ. പ്ലാസന്റ നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പ്ലാസന്റ ഫോം ചെയ്യുന്നത് ആ ഒരു കുഞ്ഞിന്റെ വളർച്ച മുഴുവനായിട്ട് നടക്കുന്ന ഭാഗം യൂട്രസ് ആണ്. ഗർഭപാത്രം എന്ന് വിളിക്കുന്ന ഭാഗം ഈ യൂട്രസ് ആണ്. അതുപോലെ യൂട്രസിന് 3 ലെയറുകളാണ് ഉള്ളത്. ഓക്കെ, യൂട്രസിന് 3 ലെയറുകളാണ് ഉള്ളത്. ആ 3 ലെയറുകൾ ഔട്ടർ ലെയറിനെ വിളിക്കും പെരിമെട്രിയം എന്ന് വിളിക്കും. ഔട്ടർ പെരിമെട്രിയം. യൂട്രസ് ഔട്ടർ പെരിമെട്രിയം. ദെൻ മിഡിൽ മയോമെട്രിയം. അടുത്തത് ഇന്നർ എൻഡോമെട്രിയം. ഓക്കെ, സോ യൂട്രസില് 3 പാളികളാണ് ഉള്ളത്. ഔട്ടർ പാളി ലെയർ കോൾഡ് പെരിമെട്രിയം, മിഡിൽ ലെയർ ഈസ് കോൾഡ് മയോമെട്രിയം, ഇന്നർ ലെയർ ഈസ് കോൾഡ് എൻഡോമെട്രിയം. ഇതില് ഈ മിഡിൽ മയോമെട്രിയത്തിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, പാർച്ചുറേഷൻ നടക്കുന്ന സമയത്ത് ഈ മയോമെട്രിയത്തിന് കോൺട്രാക്ഷൻ നടക്കും. അതായത് ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുമ്പോൾ, ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് ഉണ്ടാവുന്ന സമയത്ത് ഈ മയോമെട്രിയത്തിന് കോൺട്രാക്ഷൻ നടക്കും. സോ ഈ മയോമെട്രിയത്തിന് കോൺട്രാക്ഷൻ നടക്കുന്നതനുസരിച്ചിട്ടാണ് ഈ ബേബി മൂവ്മെന്റ് സംഭവിക്കുന്നത്. സോ ആ ബേബി മൂവ്മെന്റ് സംഭവിക്കാനും അല്ലെങ്കിൽ പർച്ചുറേഷൻ നടക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന യൂട്രസിന്റെ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് മയോമെട്രിയം. അവിടെ നമുക്ക് സ്മൂത്ത് മസിൽസാണ് ഉള്ളത്. നമ്മൾ സ്മൂത്ത് മസിൽസ് എന്ന് കേട്ടിട്ടുണ്ടാവും. സോ സ്മൂത്ത് മസിൽസ് ആണുള്ളത്. സോ സ്മൂത്ത് മസിൽസിന്റെ കോൺട്രാക്ഷൻ അല്ലെങ്കിൽ സ്മൂത്ത് മസിൽസ് കാണപ്പെടുന്ന ഭാഗമാണ് മയോമെട്രിയം. ആ സ്മൂത്ത് മസിൽസിന്റെ കോൺട്രാക്ഷൻ മൂലമാണ് പാർച്ചുറേഷൻ സംഭവിക്കുന്നത്.
ഓക്കെ, അടുത്താണ് ഇന്നർ ഗ്ലാൻഡുലാർ എൻഡോമെട്രിയം എന്ന് വിളിക്കുന്നത്. ഇന്നർ ഗ്ലാൻഡുലാർ എൻഡോമെട്രിയം. എൻഡോമെട്രിയം എന്ന് പറയുന്നത് സൈക്ലിക്കൽ ചേഞ്ചസ് നടക്കുന്ന ഭാഗമാണ്. ഫീമെയിൽസിൽ മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാവുമ്പോൾ ചില ചേഞ്ചസ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. ആ ചേഞ്ചസ് സംഭവിക്കുന്ന ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോമെട്രിയം. ഉള്ളിലുള്ള ഭാഗമാണ് എൻഡോമെട്രിയം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ യൂട്രസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്, യൂട്രസിന്റെ ഭാഗങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒന്നും കൂടി നമുക്ക് നോക്കാം. ആദ്യത്തേത് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പെയർ ഓഫ് ഓവറീസ് ഉണ്ട്. ഇതാണ് പെയർ ഓഫ് ഓവറി എന്ന് പറയുന്നത്. പെയർ ഓഫ് ഓവറിയാണ് ഓവത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ആക്സസറി ഡക്റ്റുകളാണ് അല്ലെങ്കിൽ ഓവി ഡക്റ്റുകളാണ് കാണാൻ കഴിയുക. ആ ഓവി ഡക്റ്റുകളുടെ പേരാണ് ഇൻഫന്റിബുലം, ആംപ്യുള്ള, ഇസ്തുമസ്. ഇൻഫന്റിബുലത്തിന്റെ എഡ്ജിലായിട്ട് ഒരു ഫിംഗർ ലൈക്ക് ഗ്രോത്ത് പ്രൊജക്ഷൻ കാണുന്നുണ്ട്. ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഫിംബ്രിയെ ആണ് ഓവം റിലീസ് ചെയ്യുന്ന എഗ്ഗിനെ പുറത്തേക്ക് കളക്ട് ചെയ്യുന്നത്. പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന ഓവറി റിലീസ് ചെയ്യുന്ന ഓവത്തിനെ എഗ്ഗിനെ കളക്ട് ചെയ്യുന്നത് ഫിംബ്രിയയാണ്. ദെൻ അത് ഇൻഫന്റിബുലത്തിലൂടെ പാസ് ചെയ്യുന്നു, ആംപ്യുള്ളയിൽ എത്തുന്നു, ഇസ്തുമസ് എത്തുന്നു. ഈ 3 ഭാഗങ്ങൾക്ക് ട്യൂബ് അല്ലേ, ആ ട്യൂബ് പോലത്തെ ഒരു ഭാഗമായതുകൊണ്ട്, കുഴലുകൾ പോലത്തെ ഒരു ഭാഗമായതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫലോപ്പിയൻ ട്യൂബ് എന്ന് വിളിക്കും. എന്താണ്? ഫലോപ്പിയൻ ട്യൂബ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ നമുക്കറിയാം, നിങ്ങൾക്കറിയാമായിരിക്കും, ഓവം എന്ന് പറയുന്നത് നോൺ മോട്ടൈലാ. ഈ എഗ്ഗിന് സ്വന്തമായിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇവിടുന്ന് റിലീസ് ചെയ്യുന്ന ഈ ഓവം ഈ ഓവി ഡക്റ്റിലൂടെ അല്ലെങ്കിൽ ഫലോപ്പിൻ ട്യൂബിലൂടെ പാസ് ചെയ്ത് ആംപ്യുള്ള വരേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അതിന് വേണ്ടിയിട്ട് ഈ ഓവി ഡക്റ്റിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ വശങ്ങളിലായിട്ട് ചെറിയ ചെറിയ സീലിയ കാണുന്നുണ്ട്. നോക്കൂ, സീലിയ, ഫ്ലജല്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ സീലിയ പോലുള്ള ചെറിയ ചെറിയ ഔട്ട് ഗ്രോത്തുകൾ പോലെ ഇങ്ങനെ സീലിയ കാണുന്നുണ്ട്. സോ ഇവിടെ ഈ ഫിംബ്രി എന്ത് ചെയ്യും? ഓവം റിലീസ് ചെയ്യുമ്പോൾ, ഓവത്തിനെ റിലീസ് ചെയ്യുമ്പോൾ ഫിംബ്രി ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ ആടി അകത്തേക്ക് വിളിക്കും. അപ്പൊ അകത്തേക്ക് എന്ത് ചെയ്യും? ഈ ഫിംബ്രിയയിലേക്ക് അല്ലെങ്കിൽ ഫിംബ്രിയ വഴി ഈ ഫലോപ്പിയൻ ട്യൂബിലേക്ക് എഗ്ഗ് അകത്തേക്ക് കയറും. അകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? സീലിയ ഉണ്ട്, 2 വശങ്ങളിലുമായിട്ട് സീലിയ കാണുന്നുണ്ട്. അപ്പൊ ആ സീലിയ കിടന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഈ സീലിയ കിടന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് നമ്മുടെ ഓവം എന്ന് പറയുന്നത് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി ഇങ്ങനെ ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണത് ആംപ്യുള്ളയിൽ എത്തുന്നത്. അറ്റ് ദ ടൈം, ആ സമയത്ത് എന്ത് ചെയ്യും? ഇജാക്കുലേഷൻ നടന്ന സ്പേം ഈ ആംപ്യുള്ള ഭാഗത്തെത്തും. അങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയുമാണ് നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഒരു ആക്സസറി ഗ്ലാൻഡ് ഉണ്ട്, ബർത്തോലിൻസ് ഗ്ലാൻഡ് എന്നാണ് അതിന്റെ പേര്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഓവറി ഡിസ്കസ് ചെയ്തു, ഓവി ഡക്റ്റുകളുടെ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്തു, എക്സ്റ്റേണൽ ജെനൈറ്റാലി ഡിസ്കസ് ചെയ്തു. അതിനുശേഷം മാമറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറും കൂടിയുണ്ട്, മാമറി ഗ്ലാൻഡ്. ആ മാമറി ഗ്ലാൻഡിന്റെ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് മാമറി ഗ്ലാൻഡിന്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആ കുട്ടിക്ക് നമുക്കറിയാം അല്ലെ, ലാക്ടേഷൻ അല്ലെങ്കിൽ ഫീഡിങ് കൊടുക്കണം, ആ മുലപ്പാല് കുട്ടിക്ക് കൊടുക്കണം. അങ്ങനെ ആ കുട്ടിക്ക് ബ്രസ്റ്റ് മിൽക്ക് അവൈലബിൾ ആവുന്ന അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് ഫോം ചെയ്യുന്ന ആ ഒരു പാർട്ടിനെ അല്ലെങ്കിൽ ഓർഗനെ വിളിക്കുന്ന പേരാണ് മാമറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇതും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു ആക്സസറി, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് മാമറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് മാമറി ഗ്ലാൻഡിന്റെ സ്ട്രക്ചർ നോക്കാം. എ പെയർ ഓഫ് മാമറി ഗ്ലാൻഡ് ഈസ് പ്രസന്റ്. ഫീമെയിൽസിൽ പെയർ ഓഫ് മാമറി ഗ്ലാൻഡ്, 2 മാമറി ഗ്ലാൻഡുകളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു ഫീമെയില് പ്രഗ്നന്റ് ആയി കഴിയുന്ന സമയത്ത് നമ്മൾ കെമിക്കൽ കോർഡിനേഷൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട്, പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഈ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് എന്ത് ചെയ്യുന്നത്? മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മിൽക്ക് പ്രൊഡ്യൂസിങ് ഹോർമോൺ ആണ് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രഗ്നൻസി നടന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫീമെയില് പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അത് മാമറി ഗ്ലാൻഡിൽ ആക്ട് ചെയ്യുകയും ചെയ്യും. സോ മാമറി ഗ്ലാൻഡിൽ നോക്കൂ, നമ്മളിങ്ങനെ മാമറി ഗ്ലാൻഡ് ആയിട്ട് നമ്മൾ ഇതിങ്ങനെ കൺസിഡർ ചെയ്താൽ മാമറി ഗ്ലാൻഡിൽ ചെറിയ കുഞ്ഞ് സെല്ലുകളുണ്ട്. ആ സെല്ലുകൾക്ക് വിളിക്കുന്ന പേരാണ് ആൽവിയോളൈ എന്ന് വിളിക്കും. ഈ ആൽവിയോളൈ എന്നുള്ള സെല്ലുകളിലാണ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ടെസ്റ്റിസിന്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ കമ്പാർട്ട്മെന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ ഈ മാമറി ഗ്ലാൻഡിലും ചെറിയ ചെറിയ കമ്പാർട്ട്മെന്റുകളുണ്ട്. നോക്കൂ,
ഏകദേശം 10-15-20 കമ്പാർട്ട്മെന്റുകളാണ് കാണാൻ കഴിയുക. ആ കമ്പാർട്ട്മെന്റുകൾക്ക് വിളിക്കുന്ന പേരാണ് മാമറി ലോബ്സ് എന്ന് വിളിക്കും. ഓക്കെ, മാമറി ലോബ്സ് എന്നാണ് ആ കമ്പാർട്ട്മെന്റുകളെ വിളിക്കുന്നത്. ഏകദേശം 15-20 മാമറി ലോബുകളാണ് കാണുക. ആ മാമറി ലോബ്സിലാണ് കുഞ്ഞു കുഞ്ഞു ക്യാവിറ്റികൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു സെല്ലുകൾ ഉള്ളത്. ഈ കുഞ്ഞു കുഞ്ഞു സെല്ലുകൾക്ക് വിളിക്കുന്ന പേരാണ് ആൽവിയോളൈ എന്ന് വിളിക്കും. ആൽവിയോളൈ. സോ അപ്പോൾ പ്രൊലാക്റ്റിൻ സെക്രീറ്റ് ചെയ്യുന്നത് അനുസരിച്ച്, പ്രൊലാക്റ്റിൻ കിട്ടുന്നതനുസരിച്ച് ഈ ആൽവിയോളാർ സെല്ലുകൾ അല്ലെങ്കിൽ ആൽവിയോളാർ സാക്ക് പോലെ ഒരു ചാക്ക് പോലത്തെ ഒരു ഭാഗമാണ് ആൽവിയോളാർ സെല്ല് മിൽക്കിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്ത മിൽക്കിനെ ആൽവിയോളാർ സാക്ക് എന്ന് പറഞ്ഞ ഭാഗത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. സാക്ക് എന്നൊക്കെ പറഞ്ഞ സാധനം നമ്മൾ എന്തെങ്കിലും സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അല്ലെ. അങ്ങനെ ആൽവിയോളാർ സാക്കിൽ ആ മിൽക്കിനെ സ്റ്റോർ ചെയ്ത് വെക്കും. അതിനുശേഷം ആദ്യം നമ്മൾ മാമറി ആൽവിയോളസ്, അതാ മാമറി ലോബുകൾ പറഞ്ഞു, മാമറി ആൽവിയോളസ്, ഇതാണ് മാമറി ലോബ് എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഭാഗത്തായിട്ടാണ് മാമറി ലോബുകൾ. ഇങ്ങനെയുള്ള ലോബുകളാണ്, കമ്പാർട്ട്മെന്റുകളാണ് അവിടെ നമ്മൾ മാമറി ലോബുകൾ. ആ മാമറി ലോബിൽ മാമറി ആൽവിയോളസ് ഉണ്ട്. മാമറി ആൽവിയോളസ് എന്ന് പറഞ്ഞാൽ ഈ സെല്ലുകളാണ് മിൽക്കിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം മാമറി ഡക്റ്റുകളുണ്ട്, മാമറി ട്യൂബുകളും അല്ലെങ്കിൽ മാമറി ഡക്റ്റുകളുണ്ട്. അവിടെ നിന്നും ഈ പ്രൊഡ്യൂസ് ചെയ്ത മിൽക്കിനെ കൊണ്ടുവരുന്ന ഡക്റ്റുകൾക്കാണ്, കുഴലുകൾക്ക് വിളിക്കുന്ന പേരാണ് മാമറി ഡക്റ്റുകൾ എന്ന് വിളിക്കും. ആ മാമറി ഡക്റ്റുകൾ വഴി മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്തു വരുന്നു. മാമറി ഡക്റ്റ് വഴി പ്രൊഡ്യൂസ് ചെയ്ത മിൽക്ക് വരുന്നു. അതെപ്പോഴാണ്? ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്താണ് അല്ലെ. മിൽക്കിനെ കൊണ്ടുവരുന്ന ആൽവിയോളയിൽ സാക്കിൽ സ്റ്റോർ ചെയ്ത് വെച്ച മിൽക്കിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഭാഗമാണ് മാമറി ഡക്റ്റുകൾ എന്ന് വിളിക്കുന്നത്. മാമറി ഡക്റ്റുകൾ. ആ മാമറി ഡക്റ്റുകൾക്ക് ശേഷം ദീസ് ആർ മാമറി ഡക്റ്റ്. ആ മാമറി ഡക്റ്റുകൾ വരുന്നു, മാമറി ട്യൂബുകൾ, മാമറി ഡക്റ്റുകൾ വരുന്നു. ദെൻ ഈ മാമറി ഗ്ലാൻഡില് നിപ്പിൾ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. നിപ്പിൾ എന്ന് പറഞ്ഞൊരു ഓപ്പണിംഗ് ഉണ്ട്. ആ നിപ്പിൾ എന്ന് വിളിക്കുന്ന ഓപ്പണിങ്ങിലൂടെയാണ്, നിപ്പിൾ എന്ന ഓപ്പണിങ്ങിലൂടെയാണ് മിൽക്ക് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് മുമ്പായിട്ട് മാമറി ഗ്ലാൻഡിന് ചുറ്റും സറൗണ്ടിങ്സിൽ ഒരു ഡാർക്ക് കളർ, ഒരു കറുത്ത കളർ അല്ലെങ്കിൽ ഒരു ഡാർക്ക് കളർ ഭാഗമുണ്ട്. അതിനെ വിളിക്കുന്ന പേര് ഏറിയോള എന്നാണ് വിളിക്കുന്നത്. അതിന് വിളിക്കുന്ന പേരാണ് ഏറിയോള എന്ന് വിളിക്കും. ഏറിയോള. സോ ആൽവിയോളൈ ഉണ്ട്, ആൽവിയോളയിൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ മാമറി ട്യൂബുകൾ ഉണ്ട്. ദെൻ മാമറി ട്യൂബുകൾ മാമറി ഡക്റ്റുകളായിട്ട് മാറിയിരിക്കുന്നു. ആ മാമറി ഡക്റ്റിൽ നിന്നും പിന്നെ വരുന്നത് മാമറി ഡക്റ്റിൽ നിന്നും മാമറി ഡക്റ്റ് വഴി മിൽക്ക് വരുന്നു. ഈ ഏറിയോള എന്ന് പറയുന്ന ഭാഗത്ത് കുറേ ഡക്റ്റുകളുണ്ട്. ഈ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ലാക്റ്റിഫറസ് ഡക്റ്റ് എന്ന് വിളിക്കുന്നു. ലാക്റ്റിഫറസ് ഡക്റ്റ് എന്ന് വിളിക്കുന്നു. ലാക്റ്റിഫറസ് ഡക്റ്റ്. ആ ലാക്റ്റിഫറസ് ഡക്റ്റിൽ നിന്നും ഡക്റ്റ് വന്ന് ഓപ്പൺ ചെയ്യുന്നത് ഈ നിപ്പിളിലേക്കാണ്. ആ നിപ്പിളിലൂടെയാണ് മിൽക്ക് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ മാമറി ഗ്ലാൻഡിന്റെ സ്ട്രക്ചർ ഒന്നും കൂടെ നമ്മൾ പറയുന്നു. മാമറി ഗ്ലാൻഡ് ഒരു റൗണ്ടഡ് സ്ട്രക്ചർ ആണ്. ആ മാമറി ഗ്ലാൻഡ് പെയർ ഓഫ് മാമറി ഗ്ലാൻഡ് ആണ് ഉള്ളത്. ആ മാമറി ഗ്ലാൻഡിനെ നമ്മൾ കമ്പാർട്ട്മെന്റുകളായിട്ട് 15-20 കമ്പാർട്ട്മെന്റുകളായിട്ട് തിരിച്ചിരിക്കുന്നു. ആ കമ്പാർട്ട്മെന്റുകൾക്ക് വിളിക്കുന്ന പേരാണ് മാമറി ലോബുകൾ എന്ന് വിളിക്കുന്നു. മാമറി ലോബ്സ്, ലൊബ്യൂൾസ് അല്ലെങ്കിൽ മാമറി ലോബ്സ് എന്ന് വിളിക്കുന്നു. ദീസ് ആർ മാമറി ലോബ്സ്. ഇതാണ് മാമറി ലോബ്സ് എന്ന് വിളിക്കുന്നത്, മാമറി ലോബ്. ആ മാമറി ലോബിന്റെ ഉള്ളിൽ ആൽവിയോളൈ എന്ന് പറഞ്ഞ സെല്ലുകളുണ്ട്. ഇവിടെ മാമറി ആൽവിയോളസ് എന്ന് കാണിച്ചിരിക്കുന്നതാണ് ആൽവിയോളൈ. ഈ ആൽവിയോളൈ എന്നുള്ള സെല്ലുകളിലാണ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാവുന്ന ഹോർമോൺ ആരാണ്? പ്രൊലാക്റ്റിൻ എന്നുള്ള ഹോർമോണാണ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാവുന്നത്. ദാറ്റ് പ്രൊലാക്റ്റിൻ മാമറി ഗ്ലാൻഡിൽ ആൽവിയോളയിൽ ആക്ട് ചെയ്യുമ്പോൾ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രൊഡ്യൂസ് ചെയ്ത മിൽക്കിനെ ആൽവിയോലാർ സാക്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ദെൻ അവിടെ നമുക്ക് മാമറി ഡക്റ്റുകളുണ്ട്, മാമറി ട്യൂബുകളുണ്ട്, മാമറി ഡക്റ്റുകൾ എല്ലാം ഉണ്ട്. അതിനുശേഷം അടുത്ത ഭാഗം എന്ന് പറയുന്നത് നിപ്പിൾ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതൊരു ചെറിയ ഓപ്പണിംഗ് ആണ്. ആ ഓപ്പണിങ്ങിലൂടെയാണ് മിൽക്ക് പുറത്തേക്ക് വരുന്നത്. ദെൻ അതിന്റെ എഡ്ജിലായിട്ട് ഒരു റെഡിഷ്, ഒരു ഡാർക്ക് കളർ ഭാഗമുണ്ട്. അതിനെ വിളിക്കുന്ന പേര് ഏറിയോള എന്ന് വിളിക്കും. ആ ഏറിയോളയിൽ കാണപ്പെടുന്ന ചെറിയ ചെറിയ ട്യൂബുകൾക്ക് അല്ലെങ്കിൽ ഡക്റ്റുകൾക്ക് വിളിക്കുന്ന പേരാണ് ലാക്റ്റിഫറസ് ഡക്റ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതെല്ലാം മിൽക്ക് പുറത്തേക്ക് വരുന്ന ഭാഗമാണ്. സോ ഒരു ന്യൂ ബോൺ ബേബി അല്ലെങ്കിൽ ഒരു പാല് കുടിക്കുന്ന കുഞ്ഞ്, ഒരു ബേബി മദറിന്റെ മാമറി ഗ്ലാൻഡിന്റെ ഏറിയോള എന്ന് പറയുന്ന ഭാഗത്താണ് സക്ക് ചെയ്യുന്നത്. ആ ഏറിയോള എന്ന് പറയുന്ന ഭാഗത്ത് സക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ലാക്റ്റിഫറസ് ഡക്റ്റ് ഉണ്ട്. അവിടെ നിന്ന് ഒരു സ്റ്റിമുലസ് പോവുകയും സ്റ്റിമുലസ്
നമ്മുടെ ബ്രെയിനിലേക്ക് പോവുകയും അതായത് ഹൈപ്പോ തലാമസിലേക്ക് പോവുകയും ആ ഹൈപ്പോ തലാമസ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോണിനെ റിലീസ് ചെയ്യുകയും ചെയ്യും. ആ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ നേരെ മാമറി ഗ്ലാൻഡിലേക്ക് വരുന്നു, മാമറി ഗ്ലാൻഡിൽ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ആൽവിയോലാർ സ്വാക്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മിൽക്ക് ഈ മാമറി ട്യൂബ് വഴി, മാമറി ഡക്റ്റുകൾ മാമറി ട്യൂബ് വഴി വരികയും ലാക്റ്റിഫറസ് ഡക്റ്റിൽ എത്തുകയും ലാക്റ്റിഫറസ് ഡക്റ്റിൽ നിന്നും നിപ്പിൾ വഴി കുഞ്ഞിന് കിട്ടുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ബ്രസ്റ്റ് ഫീഡിങ് നടക്കുന്നത്. ഓക്കെ, ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാക്ടേഷൻ. അപ്പോൾ പ്രസവത്തിന് ശേഷം, ഡെലിവറിക്ക് ശേഷം ആ കുഞ്ഞിന് അത്യാവശ്യമായിട്ട്, നമുക്കറിയാം കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ്, ഇമ്മ്യൂണോഗ്ലോബുലിൻസും പോലെയുള്ള എല്ലാ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സും കുഞ്ഞിന് കിട്ടുന്നത് ഈ ഒരു മിൽക്കിലൂടെയാണ് അവൈലബിൾ ആവുന്നത്. അങ്ങനെ ആ കുഞ്ഞിനെ ലാക്ടേഷൻ നടത്താൻ വേണ്ടി സഹായിക്കുന്ന പാർട്ടിനെ അല്ലെങ്കിൽ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് മാമറി ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് മാമറി ഗ്ലാൻഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നോക്കൂ, ഇതാണ് മാമറി ഗ്ലാൻഡ്. ഇവിടെയാണ് നമ്മൾ നിപ്പിൾ, ഈ ഭാഗമാണ് നിപ്പിൾ എന്ന് പറയുന്നത്. അതിന് ചുറ്റുമുള്ള ഈ ഒരു ഭാഗമാണ് നമ്മൾ ഏറിയോള പറയുക. ആ ഏറിയോളയിൽ കാണപ്പെടുന്ന ഡക്റ്റുകൾ ഇതാണ്, ഇതാണ് ഡക്റ്റുകൾ. ഇങ്ങനെ ഡക്റ്റുകളുണ്ട്. ആ ഡക്റ്റുകളെയാണ് ലാക്റ്റിഫറസ് ഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഏറിയോള ഭാഗത്തായിട്ടാണ് ലാക്റ്റിഫറസ് ഡക്റ്റുകൾ വരുന്നത്. അപ്പോൾ കുഞ്ഞ് സക്ക് ചെയ്യുന്നത് ഈ ഒരു ഏറിയോള ഭാഗത്താണ്. സോ ഇവിടെ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാവും. ആ സ്റ്റിമുലസ് സെൻട്രൽ ന്യൂറൽ സിസ്റ്റം അല്ലെങ്കിൽ ബ്രെയിനിലെ ഉള്ള ഹൈപ്പോ തലാമസിലേക്ക് പോവുകയും ആ ഹൈപ്പോ തലാമസിൽ നിന്നും ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. ആ ഹോർമോൺ മാമറി ഗ്ലാൻഡിലേക്ക് വരുന്നു. ആ ഹോർമോണാണ് ആൽവിയോളയിൽ പ്രൊഡ്യൂസ് ചെയ്ത് സാക്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മിൽക്കിനെ പുറത്തേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ഇങ്ങനെയാണ് ലാക്ടേഷൻ നടക്കുന്നത്. ദെൻ നോക്കൂ, ഇവിടെ നമുക്ക് റിബ്, അത് അതിൻ്റെ അനാറ്റമിക്കൽ സ്ട്രക്ചറാണ്. റിബ് കാണപ്പെടുന്നുണ്ട്, മസിൽസ് ബിറ്റ്വീൻ റിബ്സ് കാണപ്പെടുന്നുണ്ട്, പെക്ടോറാലിസ് മേജർ മസിൽസ് കാണപ്പെടുന്നുണ്ട്. ഇതെല്ലാം അതിനെ ചുറ്റുമായിട്ട് മാമറി ഗ്ലാൻഡിന് ചുറ്റും അല്ലെങ്കിൽ ബോഡിയിൽ കാണപ്പെടുന്ന മസിൽസിന്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഈ ഭാഗത്തെല്ലാം കാണിച്ചിരിക്കുന്ന എല്ലാം ഈ പറയുന്ന ആൽവിയോളസും ആൽവിയോളയും ലാക്റ്റിഫറസ് ഡക്റ്റ് കൂടാതെ ഈ ബ്രസ്റ്റിൽ കൂടുതലായിട്ടും ഫാറ്റി ഡെപ്പോസിറ്റുകളാണ് ഉള്ളത്. ഫാറ്റി ഡെപ്പോസിറ്റുകളാണ്. അതുകൊണ്ട് ഒരു ഫ്ലഷി സ്മൂത്തി ഒരു അപ്പിയറൻസ് ആയിരിക്കും ഈ മാമറി ഗ്ലാൻഡിന് ഉണ്ടാവുക. അപ്പം നമ്മൾ ഈ സെഷനിൽ നമ്മൾ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഓവറി, ഓവിഡക്റ്റുകൾ, ഫലോപ്പിൻ ട്യൂബുകൾ, എക്സ്റ്റേണൽ ജെനൈറ്റാലിയ, മാമറി ഗ്ലാൻഡ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ.